ബി.ജെ.പി. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്ന സംവാദങ്ങളിൽ ഇത് കേരളമാണ്, സംഘപരിവാരത്തിന് ഇവിടെ എന്ത് കാര്യം എന്ന് ചോദിച്ചവർ ഏറെയുണ്ടായിരുന്നു. അതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാത്രമല്ല, സമാധാനത്തിന്റെ അരിപ്രാവുകളായ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും മതം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മുസ്ലിം ലീഗും ഉണ്ടായിരുന്നു. കൈവെട്ടിയവരും കാൽവെട്ടിയവരും മതേതരരാകുന്ന കേരളത്തിനെ കുറിച്ചാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷെ ഇത്തരം ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു കയറിയപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ സന്തുലനാവസ്ഥയിൽ കാതലായ മാറ്റങ്ങൾ വരുമെന്ന് ഉറപ്പായി. കോട്ടയത്ത് തീർത്തും പരാജയപ്പെട്ട കേരള കോൺഗ്രസും മറ്റു ചെറു പാർട്ടികൾക്കും പ്രാധാന്യമില്ലാത്ത രാഷ്ട്രീയ കേരളമാണ് ഇനി ഉരുത്തിരിയാൻ പോകുന്നത്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തുകയും 8 മണ്ഡലങ്ങളിൽ രണ്ടാമതായി വരികയും ചെയ്ത NDA വിള്ളൽ വീഴ്ത്തിയത് ഇരുമുന്നണി മാത്രം എന്ന പതിവ് രീതിക്കാണ്. ഇനി ട്രെയിലർ ഇല്ല, ഷോ തുടങ്ങുകയാണ് എന്ന് NDA യോഗത്തിൽ തന്റെ 2 മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗത്തിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചതും കേരള ജനത കേട്ടുകാണും. പതിരി തുടങ്ങിയ ഇരുമുന്നണി രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാക്കുമ്പോൾ കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ്, RJD, NCP തുടങ്ങിയ കക്ഷികൾ കാലുറപ്പിക്കുവാൻ ബുദ്ധിമുട്ടും. ലഭിച്ച സീറ്റുകൾ കാട്ടി മന്ത്രിസ്ഥാനങ്ങൾക്ക് വില പറയുന്ന രീതിയുടെ അന്ത്യമാകുന്ന അവസ്ഥയാണ് ചാണകത്തിൽ ചവിട്ടിയ കേരളം ഇനി കാണാൻ പോകുന്നത്. ബാക്കി കാര്യങ്ങൾ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ കൈകളിലാണ്. മുൻകൂട്ടി ആളുകളെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് മത്സരിപ്പിക്കുവാൻ നിശ്ചയിക്കുകയും കേന്ദ്ര പദ്ധതികൾ ജനങ്ങൾക്ക് മനസ്സിലാകും വിധം പറഞ്ഞുകൊടുക്കുകയും ചെയ്താൽ നിയമസഭയിലെ 20-25 സീറ്റുകൾ കാവി നിറമാകും. പന്ത് കാലുകളിലുണ്ട്, മുമ്പിൽ ഒഴിഞ്ഞുകിടക്കുന്ന പോസ്റ്റും. ഗോൾ അടിക്കണമോ എന്ന് BJPയുടെ നേതൃത്വം തീരുമാനിക്കട്ടെ.